അതേപോലെ ജാനകിയമ്മ ഈ സ്വർണ്ണമുഖിലെ പാടുന്ന സമയത്ത് ആദ്യം ജോൺസൺ മാഷ് പാടി, രണ്ടാമത് വീണ്ടും പാടിച്ചു, മൂന്നാമത് വീണ്ടും പാടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിച്ചു വന്ന അമ്മയ്ക്ക് പാട്ട് പിടിക്കലയാ എന്ന് ചോദിച്ചപ്പോൾ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ജോൺസൺ പാടുന്നത് പോലെ പാടാനാണ്. ജോൺസൺ എന്നല്ലല്ലോ പറയണേ, ദേവരാജ മാസ്റ്ററും ജാനകിയമ്മയൊക്കെ ജാൻസൺ എന്നാണ് വിളിക്കുക. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജാനകിയമ്മയെ കുറിച്ച് എന്തൊക്കെയാ ജോൺസൺ മാഷി ശരിക്കും അമ്മയടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ളത്? ഭയങ്കര നല്ല ഇഷ്ടമാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ കാലിക്കറ്റ് വെച്ച് ബാബുക്കാരൻ്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴായിരുന്നു അവിടെ ആ സ്റ്റേജ് ഷോയിൽ ഇങ്ങനെ ജാനകിയമ്മയെ പാടിയത്. അപ്പം പാടുന്ന സമയത്ത് ചേട്ടനോട് പറഞ്ഞു, നിങ്ങളെപ്പോഴുള്ള മ്യൂസിക് ഡയറക്ടറുടെയൊക്കെ മുമ്പിൽ അത് ചേട്ടനും ഭയങ്കരമായിട്ട് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ കൂടി ഇത്രയും സന്തോഷം തോന്നിയിട്ടില്ലായിരുന്നു. ജാനകിയമ്മ അത് പറയണ കേട്ടപ്പോൾ ഭയങ്കര ഒരു മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം വന്നു എന്നും പറഞ്ഞിട്ട് പറയായിരുന്നു. ഡയറക്ടേഴ്സിന്റെ മുമ്പിൽ പാടാൻ പറ്റുന്നത് അവർക്ക് വലിയൊരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പാട്ടുകളൊക്കെ പാടിയത്. അതേപോലെ ആദ്യ കാലഘട്ടത്തിൽ ഈ മാസ്റ്ററുടെ കൂടെ നിന്നിട്ട് ഒത്തിരി പാട്ടുകളിൽ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ജോൺസൺ മാഷ്. അപ്പോൾ ദേവരാജൻ മാസ്റ്റർ ശരിക്കും ഒരു ഗുരു മാത്രമായിരുന്നില്ല, അതിനപ്പുറത്തേക്കൊക്കെ ആയിരുന്നു. അതെ, ചേട്ടനൊരു ശരിക്കും ഒരു ഫാദറിന്റെ ഒരു ഇതിലാണ് മാഷിന് ചേട്ടൻ കണ്ടിരുന്നത്. എപ്പോഴും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ലീലാമണി ചേച്ചിയും ഇപ്പൊ മാഷിന്റെ വൈഫ് ലീലാമണി ചേച്ചിയും ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. കുടുംബമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടോ? ഉണ്ട്. ചേച്ചി എപ്പോഴും വിളിക്കും. അല്ലെങ്കിൽ ചേച്ചിക്ക് തന്നെ വിളിക്കാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും അനിയനൊക്കെ അവിടെ പോകുമ്പോ അവിടെ കയറാറുണ്ട്. അനിയൻ എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ ഇളയനിയൻ. അപ്പൊ അവരോട് ചെല്ലുമ്പോ ഫോൺ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ എന്നെ വിളിച്ചിട്ട് ചേച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുത്ത് അങ്ങനെ സംസാരിക്കാറുണ്ട് ഞങ്ങള്. നേരത്തെയൊക്കെ ചേച്ചി തന്നെ വിളിക്കുമായിരുന്നു. ചേച്ചിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റൂല. ചെറുപ്പത്തിൽ കളിക്കാനൊക്കെ അധികം സമയം കണ്ടെത്താതെ ഓടിപ്പോയിട്ട് ചലച്ചിത്ര ഗാനങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് കാതോർത്ത് നിൽക്കുന്ന ഒരു ജോൺസൺ മാഷ് ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് വോയിസ് ഓഫ് തൃശ്ശൂരിലേക്കൊക്കെ എത്തുന്നതിൻ്റെ കാരണമായത്. ആ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകളൊക്കെ പറയുമായിരുന്നു മാഷ്. നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 10ാം ക്ലാസ്സൊക്കെ ഫസ്റ്റ് ക്ലാസ്സിലാണ് പാസ്സായത്. ബികോം പാസ്സായി. എപ്പോഴും പറയും, ഞാൻ ഈ ജോലിയൊന്നും അല്ല ചെയ്യേണ്ടത്, ഞാൻ ബാങ്കിലെ ജോലി കയറാൻ വേണ്ടിയാണ് പഠിച്ചതെന്ന് പറയുമായിരുന്നു. ഒരു കാലഘട്ടത്തില് കൈതപ്രം ജോൺസൺ മാഷ് കൂട്ടുകെട്ടെന്ന് പറയുന്നത് ഒരിക്കലും പിരിയരുത് എന്ന് അമ്മ കൂടി ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. കൈതപ്രം സാറിനോട് ജോൺസൺ മാഷ് ഒരിക്കൽ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, എൻ്റെ ഭാര്യ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടൊരിക്കലും വിടരുത് എന്ന് പറഞ്ഞിട്ട്. കൈതപ്രത്തിനെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് അമ്മ ഓർക്കുക എന്ന് പറയും? എപ്പോഴും അവിടെ വരുമ്പോഴൊക്കെ വീട്ടിലൊക്കെ വരുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിലൊക്കെ പോകും. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ, പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ അമ്പലം. അപ്പൊ കൈതപ്രസ് അങ്ങോട്ട് അവരുടെ അമ്പലത്തിലേക്ക് പോകും. ഞങ്ങൾ പള്ളിയിൽ പോയി പ്രവർത്തിച്ചിട്ട് അങ്ങനെ ഒരുമിച്ച് ബീച്ചിലൊക്കെ പോയിട്ട് അങ്ങനെ തിരിച്ചു വരും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. കൈതപ്രത്തിനെ ഒരിക്കലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ കണ്ടപ്പോൾ വിളിച്ചത്, സാറല്ലേ കൈതപ്രം ജോൺസൺ എന്നാണ് ചോദിച്ചത്. അതെ, അത് ഞാനും കേട്ടിട്ടുണ്ട്. ഈ റേഡിയോയിൽ നിരന്തരമായി പാട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു കോംബോ, ഒരുപാട് പാട്ടുകൾ, മൗന സരോവരം ഉൾപ്പെടെയുള്ള പാട്ടുകൾ കൈതപ്രത്തിന്റെ പാട്ടുകളാണ്. അപ്പൊ ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ദേവാംഗനങ്ങൾ, പാലപ്പൂവേ, ലാസ്റ്റ് ചെയ്ത ഫോട്ടോഗ്രാഫർ. അതെ, ഇടയ്ക്ക് വീണ്ടും ബ്രേക്കിന് ശേഷം വന്നിട്ട് ചെയ്ത ഫോട്ടോഗ്രാഫർ, അത് ഭയങ്കര. കൈതപ്രത്തിന്റെ ഏതാണ്, ദേവിയാണോ? ശ്യാമാംബരം. ശ്യാമാംബരം ശരിക്കും അർത്ഥം എന്ന് പറയുന്ന സിനിമയിൽ പാട്ടുകളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യനന്ദിക്കാടിന് തോന്നിയിരുന്നത്. പക്ഷെ പിന്നീട് ദൂരദർശനിലൊക്കെ ചിത്രഗീതം പരിപാടിയിലൂടെയാണ് സിനിമയെക്കുറിച്ചുള്ള അറിയിപ്പ് പോലെ കിട്ടുന്നത്. അപ്പൊ ചിത്രഗീതത്തിന് വേണ്ടിയിട്ടാണ് ആ ശ്യാമാംബരം എന്ന പാട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ ആലോചിച്ചു, അത് ചെയ്യാതിരുന്നെങ്കിൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നഷ്ടപ്പെടുമായിരുന്നു. ശ്യാമാംബരം നോക്കാം. ശ്യാമാംബരം നീളെ മണിമുകിലിനുള്ളിൽ തുടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോൾ ദൂരെ കണ്ടാൽ മനമലയും ചന്ദ്രകാന്ത കല്ല്. ദൂരെ കണ്ടാൽ മനമലയും ചന്ദ്രകാന്ത കല്ല്. ശ്യാമാംബരം. മായാമയൂരം എന്ന് പറയുന്ന പാട്ട് അസാധ്യമായ പാട്ടാണ്. അത് ഇവരുടെ കൂട്ടുകെട്ടിലുള്ള നല്ലൊരു പാട്ടാണ്. അതിഷ്ടമല്ലേ അമ്മയ്ക്ക് മായാമയൂരം?
എനിക്ക് തോന്നുന്നു ശ്രീകുമാർ എം ജി ശ്രീകുമാറിന്റെ വേറിട്ട ശബ്ദമാണ്. രാഗദേവനും ഒക്കെ പാടിയിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര രസമുള്ളൊരു പാട്ടാണ് മായാമയൂരം. അതെ, ശ്രീകുട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുട്ടന്റെ പാട്ടുകളിൽ ഒരു 10 പാട്ട്, ഏറ്റവും നല്ല പാട്ടുകളിൽ ഒരു 10 പാട്ട് എടുത്താൽ അതില് ഒന്ന് മായാമയൂരമാണ്. പ്രിയമാനസം ഭാവാർദ്രമായി ലയരാഗഭാവനയിൽ മായാമയൂരം പീലിദീപ്തിയോ ആശാമരാളം താളമേകിയോ. ഈ കൈതപ്രം പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ലാലേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കണ്ണീർ പൂവിൻ്റെയാണ്. ആ പാട്ട് ഇഷ്ടമാണോ അമ്മയ്ക്ക്? ഇഷ്ടം. ദേവാംഗനങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്തെങ്കിലും ടെലിവിഷൻ പരിപാടികളിലൊക്കെ പലപ്പോഴും ടൈറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. നമുക്കൊരിക്കലും വിടാൻ പറ്റാത്ത പാട്ടാണല്ലേ. ചിലർക്ക് പറയാറുണ്ട് ഇങ്ങനെ, ഈ മ്യൂസിക് സത്യനന്ദിക്കാടുമായിട്ട് ചേർന്ന് നിന്ന് പാട്ടുകൾ ചെയ്ത സമയത്ത് വയലേലകളിലും പച്ചപ്പിലും ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ ഭരതനും പത്മരാജനുമായിട്ട് ചേർന്ന് നിന്നപ്പോൾ ഇതങ്ങ് വിണ്ണിലെത്തിച്ചു എന്നുള്ളതാണ്. മണ്ണിൽ നിന്ന് പാട്ടിനെ വിണ്ണിലേക്ക് എത്തിച്ചു, ദേവലോകത്തെത്തിച്ചു എന്ന് പറയുന്ന കുറെ പാട്ടുകളാണ് അവരുടെ. ഭരതൻ പത്മരാജൻ ആരവത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുതൽ തുടങ്ങിയതാണ്. ആ സമയത്ത് ആരവത്തിൽ എനിക്ക് തോന്നുന്നു ഔസേപ്പച്ച സാറും കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, BGM ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കുറേ പടങ്ങൾക്കും പാട്ടുകൾക്കും പത്മരാജൻ സാറും ഭരതൻ സാറും ഉപയോഗിച്ചിട്ടുണ്ട്. പാട്ട് മാത്രമല്ല, BGM-നും വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു വല്ലാത്ത കാലമാണ്. അവരെ കുറിച്ച് എന്തൊക്കെയാ അഭിപ്രായം പറഞ്ഞിരുന്നത്? അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ചേട്ടനും ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ള മട്ടിൽ പറയുമായിരുന്നു. ഭരതേട്ടന് പിന്നെ മ്യൂസിക് ഭയങ്കര താല്പര്യമുള്ള ഇതായിരുന്നു, അറിയാമായിരുന്നു, നോളജ് ഉണ്ടായിരുന്നു, രണ്ടുപേർക്കും നോളജ് ഉണ്ടായിരുന്നു. അതെ, അപ്പൊ അതിനൊക്കെ കൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജോൺസൺ മാഷിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടിട്ട് നമുക്ക് സിനിമ ഏതാണെന്ന് തിരിച്ചറിയുന്ന അങ്ങനത്തെ സിനിമകളുണ്ട്. മൺചിത്രത്താഴ് പോലെയൊക്കെ. BGM ഒരുപാടുണ്ട്. പക്ഷേ ഭരതൻ പത്മരാജൻ ടീമിന്റെ കൂടെ ചെയ്തപ്പോൾ ഏറെക്കുറെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പറയാമോ? അത് ഇഷ്ടമാണ്. അതിലെ 2 പാട്ടും ആകാശമാകെയും ഭയങ്കര നല്ല പാട്ടായിരുന്നു. അത് മോള് പാടുമായിരുന്നു, ആകാശമാകെ. ആകാശമാകയെ കുറിച്ച് ശരിക്കും ബിജി ബാലൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാല്, ആ പെൺകുട്ടി ആകാശം കാണാത്തൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അവളെ അങ്ങനെ മുറിയിൽ അടച്ച്, ഇല്ലെങ്കിൽ വീട്ടിനകത്ത് അടച്ചിട്ട് വളർത്തുകയായിരുന്നു. പെട്ടെന്ന് തുറന്നു വിട്ടപ്പോൾ പുറംലോകം കാണിക്കാൻ വേണ്ടി അയാൾ കൊണ്ടുപോകുമ്പോഴാണ് ഹൈയിലൊരു പാട്ട്. ആകാശമാകെ കണിമലർ കതിരുമായി പുലരിപ്പോൽ വരൂ, പുതുമണ്ണിനു പൂവിടാൻ കൊതിയായി നീ വരൂ. ആകാശമാകെ കണിമലർ കതിരുമായി പുലരിപ്പോയി വരൂ. ഈ സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്ന ഏതോ ഋതുഭാവങ്ങൾ, ഭയങ്കര രസമുള്ളൊരു കോൺസെപ്റ്റും കൂടെയാണ്. കാനനമൈനേ കൂട്ടിനു നീയോ ദൂരം ദൂതിനു പോയേ. കാനനമൈനേ കൂട്ടിനു നീയോ ഓണവില്ലമേട്ടാ മീനത്തുമ്പി നീവാ. പീലി കാവടിയാടി പൂഞ്ചോലക്കുളിരായി നീവാ. ONV സാറിന്റെ ഇപ്പൊ പവിഴമ്പോൾ പറഞ്ഞതുപോലെ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, ഭരതൻ മിന്നാമിനിങ്ങിട്ട്, അത് ഭയങ്കര രസമുള്ള പാട്ടല്ലേ. എനിക്ക് തോന്നുന്നു അമ്മ വന്നതിന് ശേഷമാണ് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുന്നത്. അതെ, അപ്പോ ആദ്യം കിട്ടിയത് ഓർമ്മയ്ക്കായിരുന്നു. അതെ, ഓർമ്മയ്ക്കായില്ലേ.
ഭരതേട്ടൻ്റെ അവിടെ ആ ബാലേന്ദ്രമേനോനാ പറഞ്ഞത്, കുഞ്ഞായി കഴിഞ്ഞിട്ടാണ് ഈ അവാർഡ് കിട്ടിയെങ്കിൽ അത് കുഞ്ഞിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ റാണിയുടെ ഭാഗ്യമാണ്. കല്യാണം കഴിഞ്ഞ വർഷം തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയായിരുന്നു. നാഷണൽ അവാർഡ് കിട്ടിയത് മറക്കൂല. മമ്മൂട്ടിയാണ് വിളിച്ചു പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ എവിടെ പോയിട്ട് വന്നിട്ട് അപ്പൊ ഫോൺ വന്നപ്പോ ഞാൻ എടുത്തത് ഫോൺ. അപ്പൊ ആരാണ് സംസാരിക്കണെന്ന് വെച്ചപ്പോ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതേ ചേട്ടാ ഏതൊരു മമ്മൂട്ടി വിളിക്കാം. എനിക്കറിയില്ലല്ലോ, മമ്മൂട്ടി അങ്ങനെ വീട്ടിലേക്കൊന്നും വിളിക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ചേട്ടൻ പറഞ്ഞത് തനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറയാൻ വിളിച്ചതാണെന്ന്. പൊന്തന്മാടയ്ക്ക്. അതെ. അത് കഴിഞ്ഞിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പിറ്റേ വർഷം കിട്ടുന്നത്. അതെ, സുഹൃതത്തിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കുമായിരുന്നു, നിറയെ പേര് വിളിക്കുമായിരുന്നു. നേരം വിളക്കോളം ഫോൺ കോളായിരുന്നു അന്ന്. നാട്ടിൽ നിന്നൊക്കെ എല്ലാരും വിളിച്ച്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കൾട്ട് ആയി മാറിയിട്ടുള്ള മ്യൂസിക്കുകൾ ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തൂവാനത്തുമ്പികൾ പറയുമ്പോഴും വന്ദനം പറയുമ്പോഴും ചിത്രം, താളവട്ടം, അതേപോലെ തന്നെ മണിച്ചിത്രത്താഴ് ഇപ്പോൾ വീണ്ടും റീ റിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിൽ നിറഞ്ഞത് വീണ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ശബ്ദമില്ലേ. മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ അമ്പരന്നിട്ടുണ്ടായിരുന്നു. അത്രയാ, വീണ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, വീണ വെച്ച് പേടിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. മണിച്ചിത്രത്താഴിന്റെ റീ റിലീസിന് കണ്ടായിരുന്നു, പടം കണ്ടായിരുന്നു. അപ്പൊ മോള് പറയായിരുന്നു, അവള് സ്റ്റെല്ല പാരിസിലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേര് രാത്രി ഈ മ്യൂസിക് ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പേടിപ്പിക്കണേന്ന്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇത് എം ജി രാധാകൃഷ്ണൻ സാർ തന്നെ ചെയ്തതാണ്. പക്ഷെ നമ്മളെ വീണ മീട്ടി പേടിപ്പിച്ചിട്ടുള്ള ഒരേ ഒരാള് ജോൺസൺ മാഷായിരിക്കും. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, ഭാസ്കര മാഷ് എഴുതിയ പാട്ട്. ആ പാട്ട് ചേട്ടൻ ലിറിക്സ് കിട്ടിയിട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് 2 ദിവസം ഒരാഴ്ചയോളം നടന്നു വന്ന്. ഇതെങ്ങനെ പാട്ടായിട്ട് എങ്ങനെ തുടങ്ങുമെന്ന് അറിയണില്ല. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ അതിന്റെ മുമ്പിൽ എന്തൊക്കെയോ ഉണ്ടെന്നല്ലേ. അപ്പൊ എങ്ങനെ തുടങ്ങും, എങ്ങനെ ഇത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിൽ കുറച്ച് ദിവസം നടന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്യൂൺ ഉണ്ടായത്. അത് പറഞ്ഞിട്ടുണ്ട് എന്നോട്. പിന്നെ അതുപോലെ കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കാം, സത്യന്റെ പാട്ട്. അത് ചേട്ടൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബാത്റൂമിൽ നിന്ന് ഓടി വന്നിട്ടാണ് ആ ട്യൂൺ റെക്കോർഡ് ഇത് മൂളി വെച്ചത്. ശരിക്കും ONV സാറ് എഴുതുന്നതിന് തൊട്ട് മുമ്പ് പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന് പറയുന്ന അതേ മീറ്ററിൽ ഒരു സാധനം വേണം എന്ന് സത്യനന്ദിക്കാട് സാറ് പറഞ്ഞു. ആദ്യം കുറച്ചുകൂടെ പാടുള്ളൊരു പാട്ടാണ് എഴുതിയത് അത്രേ ONV സാറ്. അപ്പോൾ സാറിനോട് പറയാൻ മടിയുണ്ടായിരുന്നെങ്കിലും ഇങ്ങ് കയറി പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് അത്രയും മനോഹരമായിട്ടുള്ള ടീച്ചർ പഠിപ്പിക്കുന്നതായിരുന്നല്ലോ ആ പാട്ട് ആ സിനിമയിൽ. അപ്പോൾ അത് രസമുള്ളൊരു സാധനമായിരുന്നു. താഴ്വാരത്തിൽ ശരിക്കും തുകല് കൊണ്ടുള്ള ചില മ്യൂസിക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. താഴ്വാരം നമുക്ക് ഇനി ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്ത പടങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അത്രയും ക്ലാസിക്കാണ്. അവിടുത്തെ ഒരു ലാൻഡിൻ്റെയൊക്കെ ഒരു പ്രത്യേകത പടത്തിനകത്തുണ്ട്. അസാധ്യമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളൊരു പടമാണ് താഴ്വാരം പടം ഇഷ്ടമാണോ? ഓർമ്മയുണ്ടോ അത് പടം തിയേറ്ററിലേക്ക് കണ്ടത്? അവിടെ പ്രീവ്യൂ ഇടുമ്പോഴാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ചേട്ടൻ്റെ പടങ്ങളിടുമ്പോൾ ഞങ്ങൾ പോകാറുണ്ട്. അന്ന് കണ്ടപ്പോ എന്താണ് താഴ്വാരം പടത്തെ കുറിച്ച് ഫീൽ? ഞാനിപ്പോഴും താഴ്വാരം കണ്ടത് ഓർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. ONV സാറിന്റെ പാട്ടുകളെ കുറിച്ച് ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, ആ പാട്ട് പോലെ തന്നെ പൂവേണം പൂപ്പട വേണം പൂവിളി വേണം, ആ സാധനത്തിന് ഇടയ്ക്ക് കുറച്ച് സാധനങ്ങളുണ്ട് ലതിക ടീച്ചർ പാടിയിട്ടുള്ള. ചോഴിക്കും മക്കൾക്കും തായോ നാവോറ് പാടണ കന്നി മൺകുടവും വീണയുമായി നീ എന്റെ വന്നില്ല, പൊന്നോണം പോയല്ലോ, ഒരു നില മുഴുതതിൽ മുതിര വിതച്ചേ അതിലൊരു പകുതിയും ഒരു കിളി തിന്നേവോ. ഈ പാട്ട് എഴുതാൻ സമയത്ത് ഭരതൻ സാർ പറഞ്ഞതായിട്ട് പറയുന്നത് പച്ചമഞ്ഞൾ മുറിക്കുമ്പോഴുള്ള ഒരു മണവും സുഗന്ധമുള്ള ഒരു 2 പാട്ടുകൾ വേണമെന്നാണ്. അങ്ങനെയാണോ ONV ഈ 2 പാട്ടുകൾ എഴുതിയെന്ന് പറഞ്ഞു. അതും കൂടെ കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു കുളിര് തോന്നുന്ന ഒരു സാധനമില്ലേ. ഈ സ്പീഡ് പാട്ടുകൾക്ക് അപ്പുറത്തേക്ക് ചില പാട്ടുകളൊക്കെ ONVയുടെ തന്നെ എന്റെ മൺവീണയിൽ കൂടെയാണ് ഞാനൊരു മൗനം, നേരം പുലരുമ്പോൾ എന്നുള്ള പറഞ്ഞ പടം, KP കുമാരൻ. വേറൊരു ശബ്ദമാണ്. അതെ തന്നെ. അതിലധികം ഓർക്കസ്ട്ര ഇല്ലല്ലോ, അത് കാരണം തന്നെ
നല്ല ഇതാണ്, ബേസ് കേട്ടിരിക്കാൻ ഭയങ്കര ഉപയോഗിച്ച് സുഖം. ബേസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന സാധനമാകുമ്പോ എന്റെ മൺവീണയിൽ കൂടണയാനൊരു ആ കൂടെ ഞാനൊരു മൗനം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, പറന്നു വന്നു. ഓ പറന്ന് പറന്ന് വന്നു നമ്മള് അത് എന്ന് വെച്ചാൽ ചില സ്പീക്കേഴ്സ് ഒക്കെ ഇതിങ്ങനെ ബ്രൂന്ന ശബ്ദം കേൾക്കും. അത്രയ്ക്കും ബേസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അമ്മ ഇനി നമുക്ക് ശരിക്കും സത്യനന്ദിക്കാട് സാറുമായിട്ട് ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. സാർ എഴുതിയ പാട്ട് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അപ്പോ സത്യൻ സാറുമായിട്ടുള്ള ഒരു കോംബോയെ കുറിച്ച് എന്താണ് ജോൺസൺ മാഷിന്റെ അഭിപ്രായമായിരുന്നത്? അവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ പോലത്തെ ഇതായിരുന്നു, കൂട്ടായിരുന്നു. എല്ലാ പടത്തിനും ചേട്ടൻ ചെയ്യണത്. ഓരോ പടങ്ങൾ പിന്നെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര തിരക്കൊക്കെ പിടിച്ച സമയത്ത് സത്യം തന്നെ പറയും, താൻ കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്ക്. അപ്പം ഞങ്ങൾ എവിടെയെങ്കിലും ഊട്ടിയോ കൊടൈക്കനാലോ അങ്ങനെ എവിടെയെങ്കിലും കുറച്ച് ദിവസം മാറി നിന്നിട്ട് വന്നിട്ട് ഫ്രഷ് ആയിട്ട് ഇരുന്നാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ തുറന്നു പറയാൻ പറ്റിയൊരു ഇതായിരുന്നു. പിന്നെ അതുപോലെ ലാസ്റ്റ് ആയപ്പോൾ സത്യൻ്റെ പടം വേറെ ആരോണ്ട് വെച്ച് ചെയ്തപ്പോൾ സത്യം അപ്പം ചേട്ടൻ പറഞ്ഞു, നമ്മള് അങ്ങനെയല്ല ഫ്രണ്ട്സ് അല്ലല്ലോ, പടം വർക്ക് ചെയ്തുകൊണ്ട് മാത്രമല്ലല്ലോ നമ്മളല്ലാണ്ട് ഫ്രണ്ട്സ് അല്ലേ, പിന്നെ അതിലൊന്നും ഒരു ഇതും വിചാരിക്കാനില്ല. കൂട്ടുപിടിക്കുന്ന സമയത്ത് ചോദിച്ചായിരുന്നു, അപ്പൊ പറഞ്ഞു ഇങ്ങനെ അത് കുഴപ്പമില്ലല്ലോ, അതിനെ പടം ചെയ്തില്ലെങ്കിലും നമ്മള് സുഹൃത്തുക്കളായിരിക്കും. സത്യൻ സാർ എഴുതിയിട്ടുള്ള വിശ്വം കാക്കുന്ന നാഥ രസമുള്ള പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഭക്തിഗാനങ്ങളില്, ക്രിസ്തീയ ഭക്തിഗാനങ്ങളില് പ്രധാനപ്പെട്ട പാട്ടാണ്. അത് വന്നു കഴിഞ്ഞപ്പോ അമ്മയുടെ അഭിപ്രായം എന്തായിരുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടം. മോള് എപ്പോഴും പാടുമായിരുന്നു ആ പാട്ട്. മോള് നാട്ടിൽ വരുമ്പോ ഞങ്ങള് ഇവിടെ വന്നേ പിന്നെ കേട്ടോ, പിന്നെ പള്ളിയിലൊക്കെ പോകുമ്പോ ഇവിടെ കയറി ഒരു പാട്ട് പാടും. ഈ പാട്ടായിരിക്കും എപ്പോഴും പാടുന്നത്. പള്ളിയിൽ പാടാൻ പറ്റുന്ന പാട്ട്. അതെ, അല്ല അതും പള്ളി സിറ്റുവേഷനിലാണ് അത് പാടുന്നത്. ജയറാം പാടുന്ന പോലെയല്ല പെങ്ങളുടെ കല്യാണത്തിന്. അപ്പൊ അതൊക്കെ കൊണ്ട് പള്ളിയില് പള്ളിക്കാരെ ലവ് ചെയ്യത് പാടാൻ. ഒരു ഭക്തിഗാനം മാത്രമല്ല പക്ഷേ അല്ലേ. വിശ്വം കാക്കുന്ന നാഥ വിശ്വേകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ. സത്യനന്ദിക്കാട് സാറിന്റെ ആദ്യമായി കണ്ട നാൾ അത് ഭയങ്കര രസമുള്ളൊരു, എനിക്ക് അതെ അതെ ഒത്തിരി പ്രാവശ്യം ബാത്റൂമിൽ പാടി പരാജയപ്പെട്ടിട്ടുള്ള പാട്ടുകളിലൊന്നും ആദ്യമായി തുടങ്ങാനേ നിങ്ങളിതിങ്ങനെ പാടും, നമുക്ക് ഈ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാടി മുഴുവിക്കാൻ ശ്രമിക്കും. അതേപോലെ സിന്ദൂരം പെയ്തിറങ്ങി അല്ലേ, ഓ ഭയങ്കര രസാ. അതെങ്ങനെയായിരുന്നു? സിന്ദൂരം പെയ്തിറങ്ങി പവിഴമലയിൽ മന്ദാരം പൂത്തൊരുങ്ങി ഹരിതവനിയിൽ. അതുപോലെ ഇതില് പിൻഗാമിയിലൊരു പാട്ടില്ലേ, വെണ്ണിലാവോ ചന്ദനമോ. പഴയ കാലഘട്ടം കാണിക്കാൻ പറ്റുന്ന നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സാധനം വരുന്നത്. സത്യനന്ദിക്കാട് സാറിന്റെ വരവേൽപ്പിനകത്ത് വെള്ളാരപ്പൂമലവേലി സാധനല്ലേ, വെള്ളാരപ്പൂമലമേലേ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടിച്ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. ഇത് കൈതപ്രം തിരുമേനി തന്നെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കൈതപ്രം സാറ് ഈ സിനിമയോട് കൂടിയാണ് ഇവരുടെ കോംബോ തുടങ്ങുന്നത്. അതെ അതെ, കൈതപ്പുറവും ചേട്ടനും കൂടിയുള്ള ആദ്യത്തെ പടം അത്. ആ പാട്ടിന്റെ സീനില് ചേട്ടനുണ്ട്, ബസ് സീനിലുണ്ട്. അമ്പലത്തിന്റെ അടുത്തോടെ പോകുമ്പോൾ ബസ് യാത്രക്കാരനായിട്ട്. അതെന്തായിരുന്നു അങ്ങനെ കൗതുകത്തോടെ? അല്ല, ചേട്ടനപ്പൊ കമ്പോസിങ്ങിന് സത്യന് ഒരു പാട്ടും കൂടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോയി ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് കമ്പോസിങ് വെച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പൊ പിടിച്ചിരുത്തിയതാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞോ എന്താ പറഞ്ഞു? ഞങ്ങളൊക്കെ കളിയാക്കിയായിരുന്നു. അഭിനയം തുടങ്ങി. അഭിനയം മാത്രമല്ല, ഇടയ്ക്ക് പാട്ടും പാടുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതെ, സ്റ്റേജിലൊക്കെ പാടും. സ്റ്റേജിൽ പാടുന്നത് നിർബന്ധമായിരുന്നു. പാടും. ആദ്യം കല്യാണത്തിന് മുൻപൊക്കെ ക്ലബിലുണ്ടായിരുന്ന സമയത്ത്
ഫീമെയിൽ വോയിസ് വോയിസ് ഓഫ് ട്രിച്ചറിലുണ്ടായിരുന്ന സമയത്ത് ഫീമെയിൽ വോയിസിൽ പാടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് റഹ്മാൻ സാറിനോട് ഒരു അവസരം ചോദിച്ചൊരു പാട്ട്, റഹ്മാന്റെ ഒരു പാട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു തീക്കുരുവി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് പാടിയിരിക്കുന്നത്. അത് അങ്ങോട്ട് ചാൻസ് ചോദിച്ചതാണല്ലേ, അതറിയോ? അതെനിക്കറിയില്ല. അങ്ങനെ ജോൺസൺ മാഷ് പറഞ്ഞിട്ടുണ്ട്. നിന്റെ പാട്ട് പാടിയ എല്ലാം ഹിറ്റ് ആവുമല്ലോ, അതുകൊണ്ട് എനിക്കൊരു പാട്ട് തരുമെന്ന് ചോദിച്ചതാണ് അത്രേ. ശരിക്കും മാഷിന്റെ ശിഷ്യനായിരുന്നല്ലോ റഹ്മാൻ. ശിഷ്യനായിട്ടല്ല, ചേട്ടന് പ്ലേ ചെയ്യാൻ വന്നിട്ടുണ്ട്, കീബോർഡ് പ്ലേ ചെയ്യാൻ വന്നിട്ടുണ്ട് ആദ്യം. റഹ്മാൻ സിനിമയിലേക്ക് ചെയ്യണേക്ക് മുമ്പേ അതെ, ഓർക്കസ്ട്രയ്ക്ക് പ്രോഗ്രാമിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ ആദ്യമൊന്നും വായിച്ചത് ശരിയായിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ പുള്ളി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നൊക്കെയാ വായിച്ച് കേട്ടിട്ടുള്ളത്. അതേപോലെ സത്യൻ സാറിന്റെ ചൈത്ര നിലാവിന്റെ പൊൻപീലിയാൽ മഴവില്ലിൻ നിറമീഴും ചാലിച്ച് എന്ന് പറയുന്ന പാട്ടില്ലേ, അതെങ്ങനെയായിരുന്നു? ചൈത്രനിലാവിന്റെ പൊൻപീലിയാൽ. നിങ്ങൾ പരസ്പരം വഴക്കൂടുന്ന, അധികം സംസാരിക്കാത്ത ഒരു പ്രകൃതമൊക്കെയാണോ അമ്മയ്ക്കുള്ളത്? അല്ല, അങ്ങനെയില്ല. ഇടയ്ക്കൊക്കെ വഴക്കൊക്കെ ഉണ്ടാവും. വഴക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ വഴക്കല്ല. ഞാൻ വഴക്കിട്ടാലും ചേട്ടൻ മൈൻഡ് ചെയ്യില്ല. പിന്നെ ഞാൻ വഴക്കിട്ടിട്ട് എന്താ കാര്യം? അത് കുറച്ചേരം മിണ്ടാതെ ഞാൻ തന്നെ പോയി മിണ്ടണം. പിന്നെ അങ്ങനെ വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ സുജാത ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാട്ട് ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ ദേഷ്യമൊക്കെ വരും. അതെ, ചേട്ടന് റെക്കോർഡിങ്ങിന്റെ സമയത്ത് അതെ, ബാലൻ എന്ന് പറഞ്ഞൊരു തബലിസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര ഇതുള്ള തബലിസ്റ്റ്. അയാളെ എപ്പോഴും ആ ടേക്കിന്റെ സമയത്ത് തെറ്റിക്കും. റിഹേഴ്സലിനൊക്കെ കറക്റ്റായിട്ട് വായിക്കും. ടേക്കിന്റെ സമയം എന്തെങ്കിലും ഒരു ശബ്ദം അപസരം വരും, അപ്പോഴേക്കും ചേട്ടൻ ദേഷ്യം വന്നിട്ട് മൈക്ക് സ്റ്റാൻഡ് വരെ എടുത്തിട്ടുണ്ട് റിയാൻ. അത് അന്നൊക്കെ പിന്നെ ഇങ്ങനെ പീസ് പീസായിട്ട് എടുക്കലല്ലോ, ഒറ്റ സ്ട്രെച്ച് ആദ്യം മുതൽ ഇങ്ങനെ എടുക്കലുള്ള. അപ്പൊ ഒരാള് തെറ്റിച്ച എല്ലാവരും പാട്ടുകാരൻ വരെ നിന്ന് രണ്ടാമത് ഇതെടുക്കണ്ടേ. ആ ഇതില് വീട്ടില് ദേഷ്യപ്പെടുന്നില്ല? വീട്ടിൽ അത്യാവശ്യമൊക്കെ ദേഷ്യപ്പെടും. വേറെ അങ്ങനെ അതങ്ങനെ വെച്ചോണ്ടിരിക്കില്ല. എന്തെങ്കിലും ദേഷ്യം തോന്നിയാൽ പറഞ്ഞാൽ അപ്പൊ തീരും. എന്തുണ്ടെങ്കിലും ഇങ്ങനെ തുറന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഓപ്പൺനെസ് കുട്ടികൾക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല ഇല്ല. മോളായിരുന്നു ചേട്ടന്റെ കമ്പനി. മോൻ എൻ്റെ അടുത്തായിരുന്നു ഭയങ്കര ഇതായിട്ട്. എന്നിട്ട് ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു, ഇവന് വല്ല ജോലിയും കിട്ടിയാലും നീ പോയി അടുത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവൻ ജോലിക്കൊന്നും അവൻ എല്ലാത്തിനെയും അമ്മയുടെ വാലെ പിടിച്ചാണ് അവൻ നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരുന്നു. പക്ഷെ അവന് ജോലി പഠിത്തം കഴിഞ്ഞ അപ്പൊ തന്നെ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ ജോലി കിട്ടി. അവന് MSc CT ആണ് ചെയ്തത്. അത് കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ ജോലി കിട്ടി. പിറ്റേ ആഴ്ച തുടങ്ങി ജോലിക്ക് പോകാൻ തുടങ്ങി. എപ്പോഴും പറയുമായിരുന്നു, നീ എന്തിനാ എല്ലാത്തിനെയും അമ്മയുടെ കൂടെ പോണത്, നീ പോടാന്ന് പറയുക. ജോൺസൺ മാഷിന്റെ പ്രണയഗാനങ്ങൾ പ്രണയഗാനങ്ങളാണെങ്കിലും അതിലൊരു പാത്തോസ് ഇതിന്റെ ഒരു മൂഡുണ്ടാവും എപ്പോഴും. എല്ലാരും പറയുകയും ചെയ്യും. എന്നിട്ട് ചേട്ടന്റെ പാട്ടുകളൊക്കെ എല്ലാവരും ഇതായിട്ട് തോന്നും എന്ന് പറഞ്ഞിട്ട് പറയും. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ബാബുക്കയുടെ പ്രാണസഖി ഞാൻ വെറും ഒരു പാമരരാൻ പാട്ടുകാരൻ എന്ന് പറയുന്നത് അത് അസാധ്യമായിട്ടുള്ള ഒരു പ്രേമഗാനമാണ്. അതേ ജോണറിൽ വരുന്നതാണ് ഈ പാട്ടും. അതേ ഗണത്തിൽപ്പെടുത്താമെന്ന് നമ്മുടെ മോഹൻ സിത്താര സാറ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ അനുരാഗിണിയെ കുറിച്ച്. അനുരാഗിണി എത്രത്തോളം ഇഷ്ടമാണ് ആ പാട്ട്? അതെ, നല്ല ഇഷ്ടമാണ്. അമ്മ ഇങ്ങനെ ആവർത്തിച്ച് പാട്ട് കേൾക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നോ? എനിക്കിഷ്ടമാണ്. എനിക്ക് കേൾക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ. എനിക്ക് പാട്ട് കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലേക്ക് പോന്നെ പിന്നെ ഞാനും മോളും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തൃശ്ശൂർക്ക് ഞങ്ങൾ പോകുമ്പോ ഇവരുടെ ഇതൊക്കെ ഉള്ളത് അവിടെ തൃശ്ശൂരാണല്ലോ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴും ഞാൻ അവളോട് പറയും, ഇതിൽ ടേപ്പ് റെക്കോർഡർ ഒന്നും വെക്കണ്ട കേട്ടോ, നീ വായോണ്ട് ഇവിടെ നടത്തോളം മോളിരുന്ന് പാടിക്കോളും. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ പാട്ട് അവള് തന്നെ പാടിക്കോപ്പിച്ചോളും. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു പാട്ട്. ഇടയ്ക്ക് ഷാൻ മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. അതെ, ഷാനും പാട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഡാഡി മോളും കൂടിയാണ് എപ്പോഴും അതിനെ കുറിച്ച് ഡിസ്കഷൻ ഒക്കെ നടക്കുന്നത്. ഞാൻ ജനത്തിൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരിക്കുന്ന സമയത്ത് ഷാനെ വിളിച്ച് പാടിപ്പിച്ചിട്ടുണ്ട് ലേഡീസ് കോർണർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ. പൂവച്ചൽ ഖാദറിന് ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്നായിരുന്നു ഈ അനുരാഗിണി. അനുരാഗിണിയും പിന്നെ മന്ദാര ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ ആ പാട്ട്. അതെനിക്ക് തോന്നുന്നു നമ്മൾ MG ശ്രീകുമാറിന്റെ പാട്ടുകളുടെ വേറിട്ട പാട്ടുകൾ പറഞ്ഞപ്പോ ഈ പാട്ടും ഒരു മന്ദാര ചെപ്പുണ്ടോ, സിബി മലയിലിന്റെ. അതായത് എനിക്ക് തോന്നുന്നു ലാലേട്ടനെ ഏറ്റവും സുന്ദരനായി കണ്ടിട്ടുള്ള പാട്ടുകളിലൊന്ന്. ഞാൻ ഏറ്റവും സുന്ദരനായി കണ്ട പാട്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും പൂട്ടിക്കൊണ്ട് ഈ മന്ദാര ചെപ്പുണ്ടോ സെലക്ട് ചെയ്യും.
അതിൽ ആ കസേരയിലൊക്കെ വന്നിരിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മനുഷ്യന് ഇത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഒരു സുന്ദരനായിട്ട് കണ്ടിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് മന്ദാര ചെപ്പുണ്ടോ. അതെനിക്ക് തോന്നുന്നു ലോകദാസിന്റെ തിരക്കഥകളിൽ ഒരുപാട് പടങ്ങളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സിബി മലയാള സിനിമകളിലൊക്കെ വരുന്നത്. ഒരു പക്ഷെ തനിയാവർത്തനം മുതൽ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അത് ഭയങ്കര ഒരു കോംബോ ആയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് അനുരാഗിണി. കായലിൽ പ്രഭാതഗീതങ്ങൾ കേൾക്കുമേ തുഷാരമേഘങ്ങൾ കായലിൽ പ്രഭാതഗീതങ്ങൾ കേൾക്കുമേ തുഷാരമേഘങ്ങൾ നിറമേഘം ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമ മോഹം നീ അറിഞ്ഞു മമ മോഹം നീ അറിഞ്ഞു അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഈ പാട്ടിനെ വിലയിരുത്തുമ്പോൾ അനുരാഗിണി ഈതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ് നമ്മുടെ നേരെ ഇങ്ങനെ നീട്ടും പോലൊരു ഭാവമാണ് ഇതിന് കൊടുത്തിരിക്കുന്നതെന്ന് പല നിരൂപകരും എഴുതി കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും ഭയങ്കര ഭാവസാന്ദ്രമായ ഒരു പാട്ടാണല്ലേ ഇത്. ഏതോ ജന്മ കൽപ്പനയിലൊക്കെ നമ്മൾ എവർഗ്രീൻ സോങ്സിന്റെ കൂട്ടത്തിൽ എല്ലാവരും എടുക്കുന്ന പാട്ടുകളാണ്. അമ്മ ഏതൊക്കെ പാട്ടായിരിക്കും ശരിക്കും ഇങ്ങനെ ഒരു വെറുതെ ഒരു ഓർഡറിൽ തമാശയ്ക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല എങ്കിലും പറഞ്ഞാൽ ഏതൊക്കെ പാട്ടായിരിക്കും പറയാ? എനിക്ക് എല്ലാ പാട്ടും കേൾക്കുമ്പോ ഇത് നല്ലതെന്നാ ഓരോ പാട്ടിനും തോന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ സെലക്ട് ചെയ്ത് പറയാനായിട്ട്. നമ്മൾ നേരത്തെ പറയുന്ന സമയത്ത് ഭരതൻ സാറിന്റെ ചില സിനിമകളുടെ പാട്ടുകൾ പറഞ്ഞെങ്കിലും പത്മരാജൻ സിനിമകളിലെ പാട്ടുകൾ, പത്മരാജൻ സിനിമകളിലെ പാട്ടുകളെ കുറിച്ച് അമ്മ ഒന്ന് പറയോ? എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. അതിൽ പിന്നെ എടുത്തു പറയാനായിട്ട് കൂടെവിടെ പാട്ടുണ്ടല്ലേ, അതെ അതെ, ആ കൂടെവിടെയുള്ള 2 പാട്ടും എനിക്ക് ഇഷ്ടമാണ്. റെക്കോർഡിങ്ങിന് ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ പോയിരുന്നു. 70mm റെക്കോർഡിങ് നടന്നത്. അപ്പോൾ അവിടെ പോയി നേരിൽ കണ്ടതുകൊണ്ട് 40 പീസ് ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഭയങ്കര റിച്ച് ആയിട്ട് എടുത്ത പാട്ടുകളത്. ആടിവാക്കാറ്റയും പിന്നെ പൊന്നൊരുക്കും പൂക്കാലം. പൊന്നൊരുക്കും പൂക്കാലം പലരുടെയും ലിസ്റ്റിലുള്ള പാട്ടാണ്, ഹിറ്റ് ലിസ്റ്റിലുള്ളൊരു പാട്ടാണ്. പൂത്തോ ഇല്ലിക്കാടും പൂവിട്ടോ ചെല്ലക്കുറങ്ങിപ്പൂത്തോ ഇല്ലിക്കാടും പൂവിട്ടോ 1000 വർണ്ണജാലം ആടിപ്പാടും വേളയിൽ ആരോ പാടും താരാട്ടിന്നീണം ഏറ്റുപാടും സ്നേഹദേവദൂതികേ വരൂ നീ വരൂ. ഈ പാട്ടിലെ ആ ക്യാരക്ടറിന്റെ ഒരു ചൈൽഡിഷ്നെസ്സും സാധനങ്ങളും ഒക്കെ ഉണ്ട് റഹ്മാന്റെ ആദ്യത്തെ പടം. അതെ, അപ്പോൾ അത് ശരിക്കും നന്നായി വന്നിട്ടുണ്ടായിരുന്നു. ആ വരികളിലൊന്നും ഒക്കെ KS ഹരിശങ്കർ ഉണ്ടല്ലോ, നമ്മുടെ ഗായകൻ, പുള്ളി ഈ പാട്ടിനെ കുറിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞങ്ങളൊരു പ്രാവശ്യം ഞാനും ചേട്ടനും ഉണ്ടായിരുന്നു, പിന്നെ സുജാതയും മോഹനും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഈ പാട്ട് സുജാത മുളുകെ എന്തോ പറഞ്ഞപ്പോഴേക്കും അത് ചേട്ടന്റെ പാട്ടാണ് പറഞ്ഞപ്പോ സുജാത ചോദിക്കുന്നത്, ജോൺസണിന്റെ പാട്ടാണ് ഇത്, ഞാൻ ഓർത്തില്ല, നല്ല പാട്ടാണ്, എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണെന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു. അതേപോലെ പാർവതിയിലെ ഭരതൻ സാറിന്റെ കുറുനിരയോ എന്നുള്ള പാട്ടില്ലേ, കുറുനിരയോ മഴ മഴ, ആ പാട്ട് ഓർക്കുന്നുണ്ടോ? അത് ശരിക്കും ജോൺസൺ മാഷിന് ഇഷ്ടപ്പെട്ട ഏറ്റവും 10 പാട്ടുകളിൽ ഒന്നായിട്ട് സാറ് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. അത് കല്യാണത്തിന് മുമ്പുള്ള പാട്ട്, പാർവതി. ആദ്യഘട്ടത്തിലെ ഇവരുടെ സിനിമയായിരുന്നു.
എനിക്ക് പരിചയമുള്ള ഒരു കൊച്ചാണ്. ഒരു 1.5 വയസ്സായിട്ടില്ല, 1 വയസ്സും കുറച്ച് 1-2 മാസമേ ആയിട്ടുള്ളൂ. ആ കൊച്ചിന്റെ പേര് ലിയാം എന്നാണ്. അവൻ എണീറ്റ ഉടനെ ദേവാംഗനങ്ങൾ പാട്ട് കേൾക്കണം. അത് മാറ്റിയ ഉടനെ സ്വിച്ച് ഓൺ ചെയ്ത പോലെ കരയും. അതിട്ട ഉടനെ സ്വിച്ച് ഓഫ് ചെയ്യും. കരച്ചിലാണ് അവൻ്റെ. ആ പാട്ട് മാത്രമേ, അവൻ എന്തറിഞ്ഞിട്ടാണ് പാട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല. എപ്പോഴും ആ പാട്ട് കേൾക്കും. അവിടെ വന്നവരൊക്കെ പറയുമെന്ന് പറഞ്ഞു, ഇതെന്ത് ഇതെന്നൊരു ഈ പാട്ട് ഞങ്ങൾക്കൊക്കെ കേട്ട് കേട്ടത് മതി. പക്ഷെ ആ കൊച്ച് ഈ പാട്ട് മാത്രമേ കേൾക്കുള്ളൂ. കൊച്ചു മാത്രമല്ല കേട്ടോ, ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഈ പാട്ടുകളൊക്കെ ആവർത്തിച്ച് കേട്ടോണ്ടിരിക്കും. എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം ഇട്ടിട്ട്, അത് ആ റിപ്പീറ്റ് മോഡിൽ ഇട്ട് വെച്ചേക്കണേണ് ടേപ്പ് റെക്കോർഡർ. അപ്പൊ അതിങ്ങനെ റിപ്പീറ്റായി ഇതിങ്ങനെ മാറിയ അപ്പൊ അവന് കരച്ചിലാണ്.